വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ടേൽസ് ബൈ ഇന്ദു ജീവൻ. അപ്പോൾ നമ്മൾ വിജയപുരയിൽ നിന്ന് സാംബാജി നഗറിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. യാത്രയുടെ തുടക്കത്തിലെ കാഴ്ചകൾ മറ്റൊന്നുമല്ല, ആസ് യൂഷ്വൽ നല്ല ഹൈവേ ആണ്. ഹൈവേയുടെ നടക്ക് എന്താ പറയുക, ഡിവൈഡറിലെ ഫ്ലവേഴ്സും ബോർഡുകളും ഒക്കെയാണ് അല്ലേ. ഇവിടെ പ്രത്യേകിച്ച് കൃഷിയൊന്നും ഇതുവരെ കണ്ടു തുടങ്ങിയില്ലല്ലോ. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായ കാഴ്ചകളോ കൃഷികളോ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നാഷണൽ ഹൈവേ 52 കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കർണാടകയിലെ അങ്കോളയിൽ നിന്നും ആരംഭിച്ച് പഞ്ചാബിലെ സംഗ്രൂരിലാണ് ഈ ഹൈവേ അവസാനിക്കുന്നത്. 2317 കിലോമീറ്ററാണ് ഈ ഹൈവേയുടെ നീളം. വിജയപുരയിൽ നിന്നും ഛത്രപതി സാംബാജി നഗറിലേക്ക് 405 കിലോമീറ്ററാണ് ഉള്ളത്. ഇത്രയും ദൂരം സഞ്ചരിക്കാൻ 7 മണിക്കൂർ വേണമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. വിജയപുരയിൽ നിന്നും സോലാപൂർ, ബീഡ് വഴി ഛത്രപതി സാംബാജി നഗർ, ഇതാണ് ഇന്നത്തെ നമ്മുടെ റൂട്ട്. വെൽക്കം ടു മഹാരാഷ്ട്ര. അങ്ങനത്തെ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കയറി കഴിഞ്ഞു. ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. ഇത് ഇടതുവശത്താണ് RTO ചെക്ക് പോസ്റ്റ്, അതായത് ചരക്ക് ലോറികളൊക്കെ അല്ലേ, അതുവഴി കയറി ആ ചെക്ക് പോസ്റ്റ് വഴിയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ലോറിയൊക്കെ അവിടെ വെയിറ്റിംഗ്. ടോള് പോലെ അല്ലേ. കാലാവസ്ഥ ഏതായാലും നന്നായിട്ടുണ്ടല്ലോ. അധികം ചൂടുമില്ല, എന്നാൽ മഴയും ഇല്ല. നല്ല തണുത്ത കാറ്റൊക്കെയാണ് കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞ് ചെറിയ വെയിലുണ്ടെങ്കിലും അത് നമുക്ക് അറിയാൻ പറ്റില്ല. തണുപ്പുണ്ട്. ഈ മോണുമെന്റ്സിന്റെ ഒക്കെ ഉള്ളിൽ കയറുമ്പോൾ കാലൊക്കെ തണുക്കുന്നുണ്ട് അല്ലേ. കരിങ്കല്ല് വെച്ച് ഉണ്ടാക്കിയതല്ലേ. കാലൊക്കെ നല്ല തണുപ്പാണ്. അതെന്താണോ പൈജാമയല്ല, ടവല് അവരെ കെട്ടി വെച്ചേക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് പൈജാമയാണെന്ന് തോന്നുന്നു. സോലാപൂരാണോ ഇത്? ബോർഡ്, നെയിം ബോർഡ് കിട്ടാനാ സോലാപൂർ ആണോ? സോലാപൂർ. അതിന്റെ ഒരു ഭാഗം. നമ്മൾ ഇത്രയും ദൂരം ആ കൃഷി സ്ഥലങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ അല്ലേ വന്നേ. അല്ലെങ്കിൽ എന്താ പറയാ, വീടുകളും കാര്യങ്ങളും കടകളും ഒന്നും ഇല്ലാത്ത ഭാഗത്തൂടെ ഇവിടെയാണ്. കളർഫുൾ. ഇവിടെ കണ്ടോ, റോഡിന്റെ സൈഡിൽ തയ്യൽ മെഷീനൊക്കെ ഇട്ടിരുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് കുറെ ഓരോ മരത്തിന്റെ ചോട്ടിൽ ആ തണലുള്ള ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അവര്. സോലാപൂർ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മറ്റേ ബദാം ഷേക്കിന്റെയും ഫലൂഡയുടെയൊക്കെ വണ്ടികളുണ്ട് കേട്ടോ. ചെറിയ നമ്മളന്ന് ജയ്പൂർ പോയപ്പോ കണ്ടില്ലേ, രാജസ്ഥാനിൽ പോയപ്പോ ജയ്സാൽമീർന്ന് കഴിച്ചല്ലോ. നമ്മൾ ബാംഗ്ലൂരിന്റെ ആ ഒരു ഭാഗത്തൂടെ പോകുന്ന ഒരു ഫീലല്ലേ. ഉള്ളിലെ തിരക്ക് ബാംഗ്ലൂരിലെ അതേ ഒരു എഫക്റ്റ് ഉണ്ട്. ചെറിയ റോഡുകളൊക്കെയാ, നല്ല തിരക്കും. അതോടെ കന്നഡ ഒരു രക്ഷയില്ല നമുക്ക് വായിച്ചെടുക്കാൻ. നേരെ പൊക്കോ. വടാപ്പാവിന്റെ നാടാട്ടോ, വടാപ്പാവ്. വണ്ടികൾ ഏതൊക്കെ സൈഡിൽ കൂടെയാ വരണേന്നൊരു പിടുത്തവുമില്ല. തിരക്കോട് തിരക്ക്. അങ്ങനെ കുറേ
4.5 മണിക്കൂറാണ് പറയുന്നത്. 305 കിലോമീറ്റർ. ശരിക്കും ഹൈവേ കൂടെ പോവാണെങ്കിൽ ദൂരം അറിയില്ലല്ലേ, പെട്ടെന്ന് അതങ്ങ് കവർ ചെയ്ത് പോകും. ഇവിടുത്തെ ചെറിയ രീതിയിൽ സ്നാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് ബനാന ചിപ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോലാപൂർ വിദേശി ടോൾവേ. നമ്മൾ ഈ സാമ്പാജി നഗറിലേക്ക് പോകുന്ന വഴിയിൽ പല ഭാഗത്തും മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ കമ്പംതേരിയിൽ കാണുന്ന പോലെയല്ല, നമ്മുടെ അരയിടത്ത്, അതായത് നമ്മൾ പറയുന്നത് നമ്മുടെ അരപ്പൊക്കം അല്ലേ, അത്രയുള്ള ഹൈറ്റിലുള്ള മുന്തിരിത്തോട്ടം. പക്ഷെ ഒന്നിലും കായില്ല. ഈ ഭാഗത്തൊക്കെ മറ്റേ കിസ്മിസ് ഉണ്ടാക്കിയില്ലേ, അതായത് വെള്ള മുന്തിരി എടുത്ത് അത് ഉണക്കി കിസ്മിസ് ആക്കി എടുക്കുമല്ലോ, ആ ഒരു പ്രോസസ്സ് ചില അതിൻ്റെ സീസണിൽ നടക്കാറുണ്ട്. ഇപ്പോഴത്തെ സീസൺ എല്ലാം തോന്നുന്നു അതിലൊന്നും മുന്തിരി കാണുന്നില്ല, ചെടികൾ നിൽക്കുന്നുണ്ട്. വാഗമൺ മെഡോസ് അല്ലേ, അതുപോലുണ്ട്. ഒരു കുട്ടി ഒരു ധാബയിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഹാരാഷ്ട്ര കയറിയിട്ട് ഇനി ധാബ ഫുഡ് കഴിച്ചില്ല എന്ന് വേണ്ട, അപ്പോൾ അതും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അങ്ങനത്തെ ധാബ വന്നു, കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇത് ആദ്യമായിട്ട് അവർ ഫുഡ് വരുന്നത് വരെ നിങ്ങൾ വെറുതെ ഇരിക്കട്ടെ എന്ന് കരുതി ഇത് മസാല പാപ്പടം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, 2 എണ്ണം. ഇതേ പപ്പടം ഇങ്ങനെ പൊള്ളിച്ചതും അതിൻ്റെ പുറത്ത് എന്താ പറയുക സേവും കുറച്ച് കുക്കുമ്പറും ടൊമാറ്റോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. കഴിച്ചോക്കട്ടെ. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഞ്ചിനെ പറ്റി പറയാൻ മറ്റൊന്നുമില്ല കേട്ടോ, അടിപൊളി. അതായത് മറാഠ ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം അജന്ത എല്ലോറ കേവ്സ് കാണുക എന്നതാണ്. ഈ അജന്ത എല്ലോറ കേവ്സ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ സാംബാജി നഗറിൽ നിന്നും കുറച്ച് ദൂരം മാറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സാംബാജി നഗറിൽ 2 ദിവസം താമസിച്ച് ഈ കേവ്സ് ഒക്കെ കാണാനാണ് ഞങ്ങളുടെ പ്ലാൻ. റൂമൊന്നും ഞങ്ങൾ റിസർവ് ചെയ്തിട്ടില്ല. MTDCയുടെ ഒരു പ്രോപ്പർട്ടി സാംബാജി നഗറിലുണ്ട്, അവിടെ റൂം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് യാത്ര. കൊണ്ടിരിക്കുന്ന ഒരു ഘാട്ട് ഏരിയ പോലെ അല്ലേ, 2 സൈഡിൽ നിന്ന് ഇങ്ങനെ മണ്ണിങ്ങനെ ചെത്തി ഇറക്കി ഉണ്ടാക്കിയ ഒരു റോഡ് കൂടി കേട്ടോ. അവിടെ നിങ്ങൾ ചരക്ക് ലോറികളൊക്കെ വളരെ ബുദ്ധിമുട്ട് ആ കയറ്റം കയറി വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ. പാറയല്ല, മണ്ണാന്ന് തോന്നുന്നു അല്ലേ. നെറ്റ് ഇട്ടിട്ടുണ്ട്, നെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം. കണ്ടോ ഉരുണ്ട് വീഴും. ഒരു ഘാട്ട് തന്നെയാ കേട്ടോ, കണ്ടോ. പക്ഷെ ഏതായാലും ഈ യാത്രയിൽ നല്ല പച്ചപ്പ് കാണാൻ പറ്റി അല്ലേ. കർണാടക ആയാലും മഹാരാഷ്ട്രയിൽ കയറിയപ്പോഴാണെങ്കിലും നല്ല ഗ്രീനറി നന്നായിട്ടുണ്ട്. പതുക്കെ ഇറക്കം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാ പറഞ്ഞ ലോറി വരുന്ന കാണുമ്പോഴേ നമുക്ക് ഇങ്ങനെ കാണുമ്പോ ചിലപ്പോ തോന്നൂലേ, ആ ലോറി വരുന്ന കണ്ടോ, പതുക്കെയാ വരുന്നേ. കൊൽവാടി അങ്ങോട്ടാ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഉള്ളിലേക്കുള്ള ഗ്രാമമായിരിക്കും.
ഹൈവേ അല്ലേ, കോൽവാടിയിലോട്ട് പോകാനുള്ള വഴി. പരിസരത്തിന് പറയുന്ന പേര് കോൽവാടി. ഗ്രാമത്തിൽ പോകണമെങ്കിൽ ഉള്ളിലോട്ട് പോകണം. എന്തൊക്കെയോ കണ്ടോ, വലിയ ഹെവി മെഷീനറി കുറെ വണ്ടി പോയിട്ടുണ്ടായിരുന്നു അല്ലേ മേളില്. എന്താന്നറിയില്ല, എന്തൊക്കെയോ മൂടിക്കെട്ടിയാ കൊണ്ടുപോയേക്കുന്നത്. അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആടിനെ കൊണ്ടുപോകുന്നുണ്ട്. നിറയെ ആടാ. എത്ര ആടാന്ന് നോക്കിയാൽ ഡബിൾ ഡക്കർ ബസ് പോലെ ഉണ്ട്, മേളിലും താഴെയൊക്കെ ആടുണ്ട്. ഇവിടെ എന്തോ ഒരു നല്ല വാട്ടർ ബോഡി. എന്താ ഇത്, ഡാമോ? അയ്യോ നോക്കിയേ, ആൾക്കാര് കുളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അത്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് NH52 കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. നല്ല അടിപൊളി റോഡാണ്. അത് മാത്രമല്ല റോഡിൽ തിരക്കും തീരെ കുറവാണ്. ഞങ്ങൾ ഈ വഴി ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. മറ്റൊരു കാര്യം, മഹാരാഷ്ട്രയുടെ പച്ചപ്പ് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. കണ്ണിന് കുളിർമ നൽകുന്ന ഒരു പ്രത്യേകതരം പച്ചപ്പ് തന്നെയാണ് മഹാരാഷ്ട്ര ഗ്രാമങ്ങളുടേത്. ഞങ്ങൾ മഹാരാഷ്ട്രയിലൂടെ സഞ്ചരിക്കുന്നതൊക്കെയും ഒന്നുകിൽ മഴക്കാലത്തോ അല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞ ഉടനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അവിടുത്തെ പച്ചപ്പും ഹരിതാഭയും ഒക്കെയാണ്. അപ്പോൾ അത് ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു തുടങ്ങി. ഇനി പുറത്തെ കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങും. നമുക്കിനി കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. കുറച്ച് ദൂരം എന്ന് വെച്ചാൽ ഒരു 50 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്കിനി യാത്ര ചെയ്യാനുണ്ട്. തുടർന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.